ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത രണ്ട് ഫയലുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇതുവരെയും സൂക്ഷിച്ച ഫയലുകളെ കുറിച്ചുള്ള ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അടുത്ത രണ്ട് ഫയലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെയും നമ്മൾ ഫയലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നുള്ള ഭാഗങ്ങൾ കേൾക്കുക. അതിൽ എന്തൊക്കെയാണ് ഡോക്യുമെന്റ് സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് ഫയലുകൾ സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 എന്ന് പറയുന്നത് മൊത്തം എന്തൊക്കെയാണ് ഫയൽ എന്നുള്ളതാണ്. പല ഫ്രണ്ട്സും ഫയലുകളെ കുറിച്ച് മനസ്സിലാക്കിയെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും കാലം ഇതിൽ പലരും തന്നെ ഇൻവേർഡ് ഔട്ട്വേർഡ് രണ്ട് ഫയലുകൾ മാത്രമാണ് ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിൽ സൂക്ഷിച്ചിരുന്നത്. അതായത് വരുന്ന എല്ലാ ഇൻകമിംഗ് ഡോക്യുമെൻറ്റും ഇൻവേർഡ് ഫയലിലും എല്ലാ ഔട്ട് ഗോയിങ് പേപ്പേഴ്സും ഔട്ട്വേർഡ് ഫയലിലും ഇടുന്ന ഒരു രീതിയാണ് പലരും സൂക്ഷിച്ചിരുന്നത്, പലരും ചെയ്തു വന്നിരുന്നത് എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഫയൽ സൂക്ഷിക്കുന്ന രീതി മനസ്സിലായി എന്ന് പറഞ്ഞ് അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത രണ്ട് ഫയലുകളെ കുറിച്ചാണ്. ബില്ലിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് ലേബർ ആൻഡ് HR റെക്കോർഡ്സ് എന്ന് പറയുന്ന രണ്ട് ഫയലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബില്ലിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ റെക്കോർഡാണ് നമുക്ക് അടുത്തൊരു ഫയൽ സൂക്ഷിക്കേണ്ടത്. റണ്ണിങ് അക്കൗണ്ട് ബില്ല് പ്രിപ്പയർ ചെയ്യുക. റണ്ണിങ് അക്കൗണ്ട് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ അല്ലെങ്കിൽ കോൺട്രാക്ട് വർക്കിൻ്റെ ക്വാണ്ടിറ്റി എടുത്ത് അതിൻ്റെ ബില്ല് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് ആവശ്യം മെഷർമെൻറ്റ് ബുക്ക്, അബ്സ്ട്രാക്ട് ഷീറ്റ് ഇതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ അതൊക്കെ ഫയൽ ചെയ്യാം. പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അത് റിസിപ്റ്റ് ഫയൽ ചെയ്യാം. വേരിയേഷൻ ആൻഡ് എക്സ്ട്രാ ഐറ്റം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി അത് പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യുക. റേറ്റ് അനാലിസിസ് ഉണ്ടാക്കുക, ഫൈനൽ ബില്ല്, പേയ്മെൻറ്റ്സ് റെസിപ്റ്റ്, ഇതൊക്കെ പോകേണ്ട ഫയലാണ് ബില്ലിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ റെക്കോർഡ്. ഇത് കൂടാതെ സബ് കോൺട്രാക്ടർ ബില്ല്, സപ്ലയർ ഇൻവോയ്സസ്, പേയ്മെൻറ്റ് റെക്കോർഡ്സ്, കോസ്റ്റ് കൺട്രോൾ റിപ്പോർട്ട്, GST ടാക്സ് ഇൻവോയ്സസ് അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഫൈനാൻഷ്യൽ സമ്മർ റിപ്പോർട്ട്, ബാങ്ക് ഗ്യാരണ്ടി റിപ്പോർട്ട് അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി ഡീറ്റെയിൽസ്, ഇതൊക്കെ തന്നെയും ബില്ലിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ റെക്കോർഡിൽ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യാം. നമ്മളൊരു ഒരു ഫയലിംഗ് മെത്തേഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇത് ഇതേപോലെ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫയലിംഗ് സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്വം. ലേബർ ആൻഡ് HR റെക്കോർഡ്സ് ആണ് അടുത്തതെന്ന് പറയുന്നത്. ലേബർ ആൻഡ് HR റെക്കോർഡ്സിൽ മെയിനായിട്ട് വരുന്നത് എംപ്ലോയീസ് റെക്കോർഡ്സ് ആണ്. എംപ്ലോയി റെക്കോർഡ്സിൽ എംപ്ലോയീസിൻ്റെ ടോട്ടൽ എംപ്ലോയീസിൻ്റെ മാസ്റ്റർ ലിസ്റ്റ്, അവരുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, ജോയിനിങ് റിപ്പോർട്ട്, എംപ്ലോയീസ് ID കാർഡ് തുടങ്ങിയവയൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എംപ്ലോയീസ് റെക്കോർഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേജ് രജിസ്റ്ററിൽ നമുക്ക് ലേബേഴ്സ് കൊടുക്കുന്ന സാലറി, അവരുടെ ഡീറ്റെയിൽ, ഓവർ ടൈം രജിസ്റ്റർ, വേജ് പേയ്മെൻറ്റ്, ബാങ്ക് ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയൊക്കെ സൂക്ഷിക്കേണ്ട ഡീറ്റെയിലാണ് വേജ് രജിസ്റ്ററിൽ വരുന്നത്. ലേബർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ലേബർ ഡിപ്ലോയ്മെൻറ്റ് എങ്ങനെയായിരുന്നു, എത്ര ലേബേഴ്സ് ഡെയിലി എത്ര ലേബേഴ്സ് ഉണ്ടായിരുന്നു, മന്ത്ലി എന്ത് ലേബേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ മസ്റ്റർ റോള്, മാൻ പവർ അലോക്കേഷൻ എങ്ങനെയായിരുന്നു തുടങ്ങി അവരുടെ ഹിസ്റ്റോഗ്രാം, ഇതൊക്കെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ലേബർ രജിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ESI, PF, ഗവൺമെൻറ് ലോസ് അനുസരിച്ച് ഒരുപാട് ഡോക്യുമെൻറ്റ് ലേബേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് സൂക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്ന് പറയുന്നത്. ID പ്രൂഫ്, വർക്കേഴ്സിൻ്റെ ID പ്രൂഫ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുക, അതിൻ്റെ ഫയൽ പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക. ലീവ് ആൻഡ് വെൽഫെയർ റെക്കോർഡ്, ലേബേഴ്സിൻ്റെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ സ്റ്റാഫിൻ്റെ ലീവ് ആൻഡ് വെൽഫെയർ റെക്കോർഡൊക്കെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക. ആധാർ കോപ്പി കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക. ഇതൊക്കെ ഇതിൻ്റെ ഈ ലേബർ ആൻഡ് HR റെക്കോർഡ്സിലെ ഡോക്യുമെൻറ്റിൻ്റെ. പലപ്പോഴും നമുക്ക് സൈറ്റിൽ കൺസ്ട്രക്ഷൻ ടൈം തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഇരിക്കാനുള്ള ഒരു ചെയറും ഒരു ടേബിളും ഒക്കെ വളരെ അപൂർവമായിട്ടാണ് കിട്ടാറുള്ളത്. പല സൈറ്റിലും ഞാനും ഇത് അനുഭവിച്ചതാണ്. പക്ഷേ എന്നിരുന്നാലും കിട്ടിയ അവസരങ്ങളിൽ അല്ലെങ്കിൽ കിട്ടിയ സൗകര്യം ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ഫയൽ ചെയ്ത് കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം ഞാൻ ആദ്യം മുതലേ പറയുന്നത് പോലെ ഇത് വളരെ കാലം കഴിഞ്ഞിട്ടുള്ള ഈ ഡോക്യുമെൻ്റ് ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് പലപ്പോഴും വരാറുണ്ട്. ഇതുവരെയും ഈ ചാനലിലെ ബാക്കിയുള്ള ഫയൽ സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ച് കാണാത്തവർ ഇവിടെ കൊടുത്തിരിക്കുന്ന പാർട്ട് 1, 2, 3, 4 കാണുക, അഭിപ്രായം അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വിവരം കൃത്യമായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.